എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം അങ്കിൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ഇന്ന് 25ാമത്തെ എപ്പിസോഡാണ്. കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ KU മോഹൻ അങ്കിളാണ്. സോ വെൽക്കം അഗൈൻ അങ്കിൾ. നമസ്തേ അജിയ. സോ ഇന്ന് വളരെ സ്പെഷ്യലാണല്ലേ. ഇപ്പം 25th എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 25 വീക്സാണ് കടന്നു പോയിരിക്കുന്നത്. ലാസ്റ്റ് അവസാനത്തെ ഒരു വർഷമായിട്ട് നമുക്ക് 5 ലക്ഷത്തോളം വ്യൂവേഴ്സാണ് ഹാർട്ട്ഫുൾനെസ് മലയാളം ചാനലിലുള്ളത്. ഇതിൽ വളരെ റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാ വീക്കും ഗ്രൂപ്പ് മെഡിറ്റേഷനിലും സംഭാഷണത്തിലും ഓൺലൈനായിട്ട് ലൈവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി പറയുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. പ്ലീസ് ഗിവ് കണ്ടിന്യൂഡ് സപ്പോർട്ട് ഹാർട്ട്ഫുൾനെസ് മലയാളം ചാനലിൽ. സോ ഇന്ന് 25ാമത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത പറയുന്ന പോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ജേണിയാണ്. നമുക്ക് ടോപ്പിക്സ് തീരാതെ ഓരോരോ ടോപ്പിക്ക് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ചോദ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ നിന്ന് കിട്ടുന്നുമുണ്ട്. കമൻസിലൂടെയും പേഴ്സണലായിട്ടും ഒക്കെ ചോദ്യങ്ങൾ അങ്കിളിന് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇത് എത്രത്തോളം ആഴത്തിലാണ് ഓരോ ടോപ്പിക്ക് പോകുന്നത് എന്നുള്ളത് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ചോദിക്കുന്ന ഒരു ബ്രദർഹുഡ്, ഇപ്പം നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ബ്രദർഹുഡിനെ കുറിച്ചായിരുന്നു. പക്ഷെ അതിൽ ആഴത്തിൽ ആ ഒരു പോയിന്റ് ABCDനെ കണക്ട് ചെയ്ത് അതിലൂടെ എങ്ങനെയാണ് ആ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്, അതിന് ആഴത്തിൽ അതിൻ്റെ പ്രാക്ടീസും കൂടെ മനസ്സിലാക്കിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അങ്കിൾ ഓരോ എപ്പിസോഡും വളരെ ഹാർട്ട്ഫുള്ളായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ ഫോർ ദാറ്റ്. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഹൃദയനിർഭരം ധ്യാനത്തിന് 4 സെഗ്മെൻ്റാണ് ഉള്ളത്. ആദ്യം നമ്മൾ സെൻറ്ററിങ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ക്വസ്റ്റൻ ആൻസർ സെഷനാണ്. അത് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള മെജോറിറ്റി കവർ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, യൂണിവേഴ്സൽ പ്രെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അതിനുശേഷം നമ്മൾ ഓഫ്ലൈനായിട്ട് ധ്യാനം ഒരുമിച്ച് ചെയ്യുന്നു. എല്ലാവരും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നമ്മൾ ആ ഒരു എഗ്രഗോറിൽ ധ്യാനം ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സക്സസ്സും അല്ലേ? ഓക്കെ. സോ നമുക്ക് സെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്യാം. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ 2 മിനിറ്റ് നേരം പ്രാർത്ഥനാ നിർഭരമായിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ആദർശികമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, സ്പെഷ്യലായിട്ട് പറയാൻ, നമ്മളിന്ന്
25th എപ്പിസോഡ് കാൻഹ ശാന്തിവനം, അതും ആദിശക്തി മഹോത്സവിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വെന്യൂലാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കുന്നത്. അതിന് മാസ്റ്ററിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലുടനീളം ഒരുപാട് സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ഈശ യോഗ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ആർട്ട് ഓഫ് ലിവിങ്, മൈൻഡ്ഫുൾനെസ്, ഹാർട്ട്ഫുൾനെസ്. അപ്പം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതിൽ എന്താണ് ഹാർട്ട്ഫുൾനെസ് ആയിട്ട് നമുക്ക് ഈ ഡിഫറെൻറ്റ് പ്രാക്ടീസസിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് അതിൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രത്യേകത എന്നുള്ളതിനെക്കുറിച്ച് അങ്കിളിനൊന്ന് വിശദീകരിക്കാം. ഓക്കെ, വെൽ, ഈ ചോദ്യം ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജിനോട് പല ആളുകളും പല സന്ദർഭത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് പറഞ്ഞ ഉത്തരം സ്മരിക്കുന്നത് ഈ അവസരത്തിൽ ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ആത്മീയ സമ്പ്രദായങ്ങളെ ഇങ്ങനെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വിവേകപൂർവമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനതിന് മുതിരുന്നില്ല എന്ന്. നമുക്ക് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മാത്രം സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് നമുക്കറിയാം, ധ്യാനം എന്നുള്ള വാക്കിന് സാധാരണ നമ്മൾ എന്താ പറയുക, മെഡിറ്റേഷൻ എന്നുള്ളതിന് തുടർച്ചയായി എന്തിനെങ്കിലും കുറിച്ച് ചിന്തിച്ചിരിക്കുക എന്നല്ല പറയും. അതാണ് ഡിക്ഷണറി മീനിങ്. എന്നാൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ ധ്യാൻ എന്ന് പറയുന്നത് അതല്ല, ധീ പ്ലസ് യാൻ എന്നാണ്. ധീ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥ എന്നർത്ഥം. യാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. അപ്പോൾ ലക്ഷ്യം ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ, വാഹനം റെഡിയാണ്, ധ്യാനമാണ് ആ വാഹനം. ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ, ഇന്ധനം, അതാണ് പ്രാണാഹുതി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ പറയുന്നു. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്താണ് പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ? ആദിശക്തിയാണത്. സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന, സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ശക്തി. അവിടെ നിന്നാണ് സൃഷ്ടിയുടെ തുടക്കം. കഴിവുറ്റ ഒരു യോഗിക്ക് അതുമായിട്ടൊരു ആക്സസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ആധ്യാത്മിക അന്വേഷകരുടെ നേരെ ആ ഫ്ലോ ഡൈവേർട്ട് ചെയ്യുന്നു. അതാണ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി അല്ലെങ്കിൽ സംപ്രേഷണം എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്ട്രക്ചറിൽ 3 ലെയേഴ്സ് അല്ലേ ഉള്ളൂ സാധാരണ. ശാരീരികമായിട്ടുള്ള ലെയർ, മാനസികമായിട്ടുള്ളൊരു മണ്ഡലം, ആത്മീയമായിട്ടുള്ളത്, ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ ശരീരത്തിന് എങ്ങനെയാണ് വളർച്ച ഉണ്ടാവുക? ഭക്ഷണം കൊണ്ടാണ്. അതുകൊണ്ട് ഉപനിഷത്തിലൊക്കെ അത് അന്നസ്യ അന്നം എന്ന് പറയും. അതുപോലെ മനസ്സിനാണെങ്കിൽ എന്താ വേണ്ടത്? അറിവ് വേണം, മനനം ചെയ്യണം, കോണ്ടംപ്ലേഷൻ ആവശ്യമാണ്. അപ്പം അതിനെ മനസ്യ മനം എന്നാണ് പറയുക. ആത്മാവിൻ്റെ ഭക്ഷണം എന്താണ്? അതാണ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണസ്യ പ്രാണ എന്നാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്നത്. അതാണ് ഈ പ്രാണാഹുതി അല്ലെങ്കിൽ ആദിശക്തി. അത് വളരെ അപൂർവമായിട്ട് നമ്മൾ ആത്മീയ ചരിത്രം പരിശോധിച്ചാൽ ശ്രീ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദനിലേക്ക്, അതുപോലെ രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദനിലേക്കൊക്കെ ഈ സംപ്രേഷണം അയച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആദ്യ ഗുരു രാംചന്ദ്ര ലാലാജി മഹാരാജ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. അദ്ദേഹമാണ് ഇത് വ്യാപകമായിട്ട് ഈ ആദിശക്തി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി സാധാരണ ആളുകളിലേക്ക് സംപ്രേഷണം ചെയ്ത് ഈ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് അവരെ വഹിച്ചു കൊണ്ടുപോകാവുന്ന ആ വാഹനത്തിൻ്റെ ഇന്ധനമാണ് എന്നുള്ള കണ്ടെത്തൽ നടത്തിയത് അദ്ദേഹമാണ്. അതാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനുഭവവേദ്യമാണ്. ഇത് സ്വീകരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല ശാസ്ത്രീയമായിട്ടും നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്മിഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ആ വ്യക്തിയുടെ EEG പരിശോധിക്കുകയെന്ന് വെച്ചാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. അപ്പോൾ അതിൽ ഡെൽറ്റ വേവ്സ് ആണ് കാണുന്നത്. 3 to 5 ഹെർട്സ് പെർ സെക്കൻഡ് നമ്മുടെ ബ്രെയിനിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വൈബ്രേഷൻ. അപ്പോൾ ഡെൽറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്നാൽ ആൾ ഉറങ്ങുന്നിരിക്കുകയാണ്. അപ്പോൾ ആന്തരികമായി ഡീപ്പായിട്ട് ഉറങ്ങുന്ന അവസ്ഥ, ബാഹ്യമായിട്ട് ഉണർന്നിരിക്കുന്നു. അതിനെയാണ് തുരീയം അല്ലെങ്കിൽ ധ്യാനാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവാണത്. ഇതാദ്യമായിട്ട് കണ്ടത് ഏകദേശം 10,000 മണിക്കൂറോളം ധ്യാനം ചെയ്തിട്ടുള്ള ബുദ്ധമത സന്യാസികളിലാണ് ഈ പരീക്ഷണം ആദ്യം നടത്തിയത്. അവരിലാണ് ഡെൽറ്റ വേവ്സ് കണ്ടത്. ഹാർട്ട്ഫുൾനെസ് അത് കോളേജ് സ്റ്റുഡൻസിൽ ഡിഫറെൻറ്റ് കൺട്രോൾ ഗ്രൂപ്പുകളിൽ ഈ സ്റ്റഡി നടത്തിയപ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി അല്ലെങ്കിൽ സംപ്രേഷണത്തോടു കൂടിയിട്ടുള്ള ഈ മെഡിറ്റേഷനിൽ ഫസ്റ്റ് സിറ്റിങ്ങിൽ 90% ആളുകളും ഡെൽറ്റ വേവ്സ് കാണിച്ചു. അതാണ് ട്രാൻസ്മിഷൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ്. ഇനി ഇത് സ്വീകരിക്കാൻ ഇപ്പോൾ എന്താ വേണ്ട യോഗ്യത പറഞ്ഞാൽ മുൻവിധികളില്ലാത്ത ഒരു ഓപ്പൺ ആയിട്ടുള്ള ഹാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് ഏറ്റവും വലിയ സവിശേഷത ട്രാൻസ്മിഷൻ. ഞാൻ പറഞ്ഞു മുൻവിധികളില്ലാത്ത ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാർട്ട് നമുക്ക് വേണം. എന്തൊക്കെയാണ് നമ്മളെ ഈ മുൻവിധികൾ, കണ്ടീഷനിങ് നമ്മളെ, അതെന്താണെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മളെ കണ്ടീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ മുൻവിധികളോടുകൂടി ശീലവിധേയമാക്കുന്ന വസ്തുതകൾ, നമ്മുടെ പാരൻസ്, നമ്മളെ വളർന്നു വന്ന രീതി, നമ്മുടെ അപ്ബ്രിങ്ങിങ്, അതുപോലെ നമ്മൾ ജനിച്ച നാട്, അതിൻ്റെ രീതികൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ നമ്മളെ കണ്ടീഷൻ ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷനിങ്, ഈ കണ്ടീഷനിങ്ങിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സർക്കസിൽ ആനയെ കണ്ടിട്ടില്ലേ? ഒരു കുട്ടിയെ പോലെ, ബേബിയെ പോലെ ബിഹേവ് ചെയ്യുക റിംഗ് മാസ്റ്റർ അടുത്ത്. അപ്പോൾ അതിനെ പിടിക്കുന്നതിന് മുമ്പ് കാട് മുഴുവൻ ഇളക്കി നടന്നിരുന്ന ആന മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് അതിനെ പിടിച്ച് 4 കാലിലും ചങ്ങലക്കിട്ട് വളരെ ക്രൂരമായിട്ടുള്ള പരിശീലനം കൊടുക്കുമ്പോൾ കാലിൽ ചങ്ങല പോലെ എന്തെങ്കിലും ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനങ്ങാണ്ട് നിൽക്കണം എന്നുള്ള ഒരു ശീലവിധേയത്വം അതിന് വന്നു. അപ്പോൾ അതിൻ്റെ ശക്തി അത് മറന്നുപോയ പോലെ ഈ ശീലവിധേയത്വം കൊണ്ട്. അപ്പോൾ സർക്കസിലെ റിംഗ് മാസ്റ്റർ എന്തു പറഞ്ഞാലും അതനുസരിക്കും. ഈ സർക്കസ് കൂടാരം മുഴുവൻ അതിന് നശിപ്പിക്കാം, അവിടെയുള്ള ആളുകളെ മുഴുവൻ നശിപ്പിക്കാനുള്ള സ്ട്രെങ്ത് ആനയ്ക്കുണ്ട്. പക്ഷേ അതിൻ്റെ ശീലവിധേയത്വം കൊണ്ട് അതിൻ്റെ ശക്തി മറന്നുപോയി. അതുപോലെ മനുഷ്യനും അതിന് പ്രകടമായ ഉദാഹരണം നമ്മളെ ഈ കണ്ടീഷനിങ് കൊണ്ട്. മതം ഒരു കാര്യം വിട്ടു പോയത്, മതം നമ്മളെ വലുതാതെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലാണ്. അതുമാത്രമല്ല, ഒരേ മതത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിലാണ് ആളുകൾ മത്സരിച്ചിട്ടുള്ളത് കൂടുതൽ. ഇപ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളെ ഈശ്വരനോട് ലിഗാർ ചെയ്യുന്നതാണ്, കണക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണത്. നല്ല ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ നമ്മളെ ഡിവൈഡ് ചെയ്യുന്നു. കാരണം എന്താ? മതം എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അപ്പോൾ അത് നമ്മളെ ശീലവിധേയമാക്കണം. അപ്പോൾ എൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, വേറൊരാളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞു റിലീജിയൻ നമ്മളെ ഡിവൈഡ് ചെയ്യണു, സ്പിരിച്വാലിറ്റി നമ്മളെ യുണൈറ്റ് ചെയ്യണു എന്ന് പറയാൻ കാരണം. അപ്പോൾ മതം നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശീലവിധേയമാക്കുന്ന മറ്റൊരു വസ്തുതയാണ്. ഇതൊന്നും പലപ്പോഴും നമ്മൾ ബോധവാനായിരിക്കില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത്തരം ശീലവിധേയത്വം കൊണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, മതം, അതുപോലെ നമ്മുടെ പാരൻസ്, നമ്മൾ വളർന്നു വന്ന രീതി, ഇതൊക്കെ നമ്മുടെ ആ ഒറിജിനൽ നാച്ചുറൽ സ്റ്റേറ്റ് നമ്മൾ മറന്നുപോയി. ആദി ശക്തി നമ്മൾ വിട്ടുപോയത്. സമാധി എന്ന് പറയുന്നത്, ആധി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ സന്തുലിതാവസ്ഥ. ആ സന്തുലിതാവസ്ഥ നമ്മൾ മറന്നു. എന്താ കാരണം? കണ്ടീഷനിങ്, ശീലവിധേയത്വം.
മുൻവിധികൾ. അപ്പോൾ ഇതാണ് അതിന് കാരണം. അപ്പോൾ ഇതിനെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിനെ നീക്കം ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടീഷനിങ് മുഴുവനായിട്ട് നീക്കം ചെയ്യുമ്പോഴാണ് സമാധി എന്നുള്ള അവസ്ഥ നമുക്ക് കിട്ടുന്നത്. ബോധത്തിൻ്റെ സമനില, അല്ലെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ ധീ എന്ന് പറയുന്നത് അതാണ് ധിയോ യോന പ്രചോദയ എന്നൊക്കെ ഗായത്രിയിൽ പറയും. അപ്പോൾ ഇതിനെ നീക്കം ചെയ്യാനുള്ള പ്രോസസ്സാണ് ഹാർട്ട്ഫുൾനെസ്സിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ക്ലീനിങ്, ശുദ്ധീകരണം, അല്ലെങ്കിൽ മറ്റൊരു പേര് പുനരുജ്ജീവനം എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ജീവൻ കിട്ടിയ പോലെയാണ്, നമ്മുടെ ഒറിജിനൽ കണ്ടീഷൻ തിരിച്ചു വന്ന പോലത്തെ അവസ്ഥ. അതാണ് ക്ലീനിങ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ. രാവിലെ നമ്മളോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് പോകുന്നു, സൂപ്പർ കോൺഷ്യസ് സ്റ്റേജിലേക്ക്, അതിബോധത്തിലേക്ക് പോകുന്നു. വൈകുന്നേരം ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മുടെ ശീലവിധേയത്വങ്ങൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോകും. അപ്പോൾ സൂപ്പർ കോൺഷ്യസ് സ്റ്റേജിലും സബ് കോൺഷ്യസ് സ്റ്റേജിലേക്കും പോകാനുള്ള ബോധത്തിനൊരു ഫ്രീഡം കിട്ടിയ പോലെയാണ് ഈ രണ്ട് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയില്ലേ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ പരിണാമം, എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ്. അദ്ദേഹം പറയും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു തിൻ ഫിലിമിൻ്റെ അത്രയേ ഉള്ളൂ. അതിൻ്റെ മേലെ വലിയൊരു സമുദ്രം, താഴെ മറ്റൊരു സമുദ്രം. ഇപ്പോൾ രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ചെറിയ ലെയർ ബോധം മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ അതിബോധത്തിലേക്കും ക്ലീനിങ്ങിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിലും പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കോൺഷ്യസ്നെസ് ആ തിൻ ഫിലിം എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ബ്രോഡ് ബാൻഡ് കോൺഷ്യസ്നെസ് കിട്ടും. അതെല്ലാം സംഭവിക്കും. അപ്പോൾ അതിന് ഈ രണ്ട് പ്രാക്ടീസസും വളരെ യോജിച്ചാണ്. അപ്പോൾ ബോധത്തിൻ്റെ വികാസമാണ്. ഇപ്പോൾ നമ്മൾ ഹിന്ദു ധർമ്മത്തിലൊക്കെ പറയില്ലേ, ബ്രഹ്മ എന്ന് പറയുന്നത് ബ്രഹ്മാവ് 4 മുകളിലുള്ള ഒരാളായിട്ടാണ് അതിനെ സങ്കല്പിച്ചിരിക്കുന്നത്. 4 മുകളിലുള്ള ഒരാൾ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ? സാധ്യതയില്ല. ബ്രഹ്മ എന്നുള്ള വാക്കിന് ലാലാജി മഹാരാജാണ് ആദ്യമായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു ബ്രഹ്മ എന്നുള്ള വാക്ക് ബൃഹ പ്ലസ് മൻ എന്നുള്ള 2 വാക്കുകൾ ചേർന്നാണ്. ബൃഹ എന്ന് പറഞ്ഞാൽ ബൃഹത്തായത് അല്ലെങ്കിൽ വികസിക്കുന്നത് എന്നർത്ഥം. മൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മനസ്സ് അല്ലെങ്കിൽ സമഗ്രമായ ചിന്ത. സമഗ്രമായ ചിന്തയും വികാസവും ആണ് ഈ വാക്കിൻ്റെ അർത്ഥം, ബ്രഹ്മൻ എന്നുള്ളതിൻ്റെ. അപ്പോൾ സമഗ്രമായുള്ള ചിന്തയും വികാസവും എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ല, അതൊരു അവസ്ഥയാണ്, ബോധത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അതാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഒരവസ്ഥയാണ്. അപ്പോൾ സമഗ്രമായ ചിന്തയും വികാസവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? 360 ഡിഗ്രിയിലും വികസിക്കുന്നു. 360 ഡിഗ്രിയിലും ദൃഷ്ടിയുള്ള ഒരാളെ എങ്ങനെ ഉണ്ടാവുക? 4 ഡയറക്ഷനും തലയുണ്ടാവുന്നുണ്ട്, 4 ദിക്കല്ലേ. അപ്പോൾ ഇതൊരു വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. ഹിന്ദു ധർമ്മത്തിനെ സാധാരണ ആളുകൾ കുറ്റം പറയും, ഇത് 4 തലയുള്ള ബ്രഹ്മാവ്, ഗണേശൻ, ആനയുടെ തല, മനുഷ്യൻ്റെ ശരീരം ഒക്കെ ഉള്ളത്, ദുർഗ ഒക്കെ, എല്ലാം വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. അതായത് വിവേകമുള്ള ഒരു യോഗി മനുഷ്യൻ്റെ പരിണാമം മുഴുവൻ ഒരു വിഷ്വൽ ഗ്രാഫിക്സിലൂടെ ചിത്രീകരിച്ചിരിക്കുക. അപ്പം അതാണ് ബ്രഹ്മൻ. അപ്പം അതിന് പകരം നമ്മൾ 4 മുകളിൽ ഒരാളെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുകയാണെങ്കിലോ നമ്മളുടെ ബോധം ഇടുങ്ങിപ്പോവും, നമ്മൾ ശീലവിധേയമാവും. അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും നമ്മൾ കുടുങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബോധം ചുരുങ്ങും, നമ്മൾ നാരോ മൈൻഡഡ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന് ഒരു ഇടുങ്ങിയ ചിന്താഗതിയാവും, ശീലവിധേയത്വം വന്നിട്ട്. അതുപോലെ ലാലാജി മഹാരാജ് ആത്മൻ ഉള്ളതിനുണ്ട്, ആത്മൻ ബ്രഹ്മൻ, അദ്ദേഹം വ്യത്യാസം പറയുന്നുണ്ട്. ആത്മൻ എന്ന് പറഞ്ഞാൽ ആത്ത് പ്ലസ് മൻ എന്നാണ്. ആത്ത് എന്ന് പറഞ്ഞാൽ ചലനം, മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. ഇവിടെ നമുക്ക് ചിന്തയും ചലനം എന്ന് അർത്ഥം എടുക്കാം. അപ്പോൾ ചലനം എന്ന് പറഞ്ഞാൽ എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലേക്ക് ലീനിയർ ആയിട്ടുള്ള ചലനമാണ്.
തിങ്കിങ്ങും. അപ്പോൾ ആത്മനും ബ്രഹ്മനും എന്ന വ്യത്യാസം, ലീനിയർ തിങ്കിങ്ങും ചലനവും ആത്മൻ, 360 ഡിഗ്രിയിലെ വികാസവും സമഗ്രമായ ചിന്തയും ബ്രഹ്മൻ. അപ്പോൾ ബ്രഹ്മനും ആത്മനും ഒന്നാണെന്നാണ് ആദിശങ്കരാചാര്യർ അദ്വൈത ഫിലോസഫിയിൽ പറയുന്നത്. രണ്ടും ഒന്നാണ്. എപ്പോൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ പറയില്ലേ, ഇലക്ട്രോൺ ചില സമയത്ത് പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യും, ചില സമയത്ത് വേവായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ കാണുന്ന പാർട്ടിക്കിളാണെങ്കിൽ അതിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വേവാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള രൂപം എന്ന് പറഞ്ഞാൽ, നമ്മൾ നോക്കുമ്പോൾ കണികയും നോക്കാത്തപ്പോൾ തരംഗവുമാണ് അതിൻ്റെ യഥാർത്ഥ രൂപം എന്നാണ്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷനാണ് അതിനെ, തരംഗത്തിനെ കണികയാക്കി മാറ്റുന്നത്. അതുപോലെ ആത്മൻ ചില സമയത്ത് ബ്രഹ്മനെ പോലെ ബിഹേവ് ചെയ്യും. നമുക്ക് കണ്ടീഷനിങ് ഇല്ലെങ്കിൽ, അതായത് ശീലവിധേയത്വം ഇല്ലെങ്കിൽ, മുൻവിധികളില്ലെങ്കിൽ ആത്മൻ തന്നെ ബ്രഹ്മനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതേ ബ്രഹ്മൻ ശീലവിധേയത്വം മുൻവിധികളും ഉണ്ടെങ്കിൽ ആത്മനെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആത്മൻ ബ്രഹ്മനിലും ആപ്ലിക്കബിൾ ആണെന്ന് വരും നമുക്ക്. ഇതിന് പകരം നമ്മൾ ഈ രൂപത്തിനെ ആരാധിക്കുമ്പോഴാണ്, അപ്പോൾ നമുക്കിത് എന്താണ് ആക്ച്വലായിട്ട് ഇതിൻ്റെ മീനിങ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. ഇപ്പോൾ 4 മുകളിലെ ബ്രഹ്മൻ എന്നുള്ള ഐഡിയയിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്കിത് വ്യക്തമാവും, ഇങ്ങനെയാണ് സംഗതി നടക്കണമെന്നുള്ളത്. അപ്പോൾ മെഡിറ്റേഷനാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഡോഗ്മാസ് ആൻഡ് ബിലീഫ്സിലായി പോകും. അതേപോലെ തന്നെ നമ്മൾ ഗണേശൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഗണേശൻ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. തല ആനയുടെ, ശരീരം മനുഷ്യൻ്റെ, യാത്ര ചെയ്യുന്നത് എലിയുടെ മേലെയാണ്. അതൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. എന്താണ്, മൃഗമനുഷ്യൻ ആദ്യത്തെ അവസ്ഥ, തല മൃഗത്തിൻ്റെ അല്ലേ, ശരീരം മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ മൃഗമനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും അവിടുന്ന് ദിവ്യ മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് കാണിക്കുന്നത്. ദിവ്യ മനുഷ്യനിലേക്കുള്ള പരിണാമം കാണിക്കുന്ന അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് എലിയുടെ മേലെയാണ്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ഈഗോവിൻ്റെ ഘനീഭാവം ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ്നെസ് ആണ്. ഗണേശനെ കണ്ടാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫിഗർ അല്ലേ, പക്ഷേ യാത്ര ചെയ്യണത് എലിയുടെ മേലെ എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ബോധത്തിൻ്റെ ഹെവിനെസ് ഇല്ല. അപ്പോൾ അഹങ്കാരത്തിൻ്റെ ഹെവിനെസ് ഇല്ലാതെ ആകുമ്പോഴാണ് ആ ഡിവൈൻ കണ്ടീഷൻ ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റ്നെസ്സിലാണ് അദ്ദേഹം എലിയുടെ മേലെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഒരു വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കതറിയാം. അതിന് പകരം നമ്മൾ ഗണേശൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ പൂജിക്കണു, കുറേ കഴിഞ്ഞ് അതിനെ വെള്ളത്തിൽ മുക്കണു, ഇതല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻവിധികളും ശീലവിധേയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഡോഗ്മാസും ബിലീഫ്സിലും കുടുങ്ങിപ്പോയി നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ് നമ്മൾ മറന്നു പോകും. അതുപോലെ തന്നെ ദുർഗ വായിൽ നിന്ന് ബ്ലഡൊക്കെ വമിക്കുന്ന രൂപം, കയ്യിൽ ശൂലം, യാത്ര ചെയ്യുന്നത് കടുവയുടെ പുറത്താണ്, മുഖം കറുപ്പ് കളറാണ്. അതൊരു വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. സൃഷ്ടിയുടെ മുമ്പ് എന്താ ഉണ്ടായിരുന്നത്, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, ഡാർക്ക്നെസ് മാത്രമേ ഉണ്ടായിരുന്നു. ഡാർക്ക്നെസ് വിത്തിൻ ഡാർക്ക്നെസ്, അതാണ് ആ ബ്ലാക്ക് ഫേസ്. ഈ ദുർഗയ്ക്കും കാളിക്കൊക്കെ ബ്ലാക്ക് ഫേസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആദി പ്രകൃതിയിൽ ഈശ്വരൻ അല്ലെങ്കിൽ പുരുഷൻ ഇൻ്റർഫിയർ ചെയ്തു, അപ്പോഴാണ് സൃഷ്ടി ഉണ്ടായതെന്നാണ്. അപ്പോൾ ആ ബാലൻസ് സ്റ്റേറ്റിൽ പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടാവും, എത്രമാത്രം എനർജി റിലീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭയങ്കര ഭീകരമായ അന്തരീക്ഷമാണത്. ആ ഭീകരമായ അന്തരീക്ഷത്തിനെയാണ് ദുർഗ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹെവി എനർജി റിലീസ് ചെയ്യുന്നു, ആ ഭീകരാന്തരീക്ഷം കാണിക്കുന്നു. വായിന്ന് ബ്ലഡ് ഒഴുകുന്നു, കയ്യിൽ ശൂലം, 5-6 കൈകൾ, യാത്ര ചെയ്യുന്ന കടുവ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് മെരുക്കിയെടുത്തൊരു മൃഗം പോലെയാണ്. അതിന് മേലെ കൺട്രോളുണ്ട്. അപ്പോൾ ആ മൃഗീയതയ്ക്ക് കൺട്രോള് ആ തുടക്കത്തിൽ സൃഷ്ടിയിലുണ്ടായിരുന്ന ഭീകരമായ അവസ്ഥയായിട്ട് വിഷ്വൽ ഗ്രാഫിക്സ് ആണ് കാണിക്കുന്നത്. എഗെയിൻ ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വിഷ്വൽ ഗ്രാഫിക്സ് ആണ്. പക്ഷെ നമ്മളതിന് പകരം ദുർഗയുടെ രൂപത്തിൽ നമ്മൾ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുകയാണെങ്കിലോ ശീലവിധേയത്വമായി. ഈ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ദുർഗാ പൂജ ചെയ്യുന്ന ആളാന്ന് നിൽക്കുക, പെട്ടെന്ന് ദുർഗ ഈ രൂപത്തിൽ കടുവയുടെ രൂപത്തിൽ മേലെ വായിന്ന് ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യുന്ന മാതിരി നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്താ ഉണ്ടാവുക?
അപ്പോഴാണ് നമ്മൾ ശരിക്കും പ്രിമിറ്റീവ് ഫിയർ നമ്മളറിയാം അല്ലേ. അപ്പോൾ ഇതെല്ലാം വിഷ്വൽ ഗ്രാഫിക്സ്. അതുപോലെ ഹനുമാൻ്റെ പടം കണ്ടില്ലേ, നെഞ്ചിങ്ങനെ പൊളിച്ച് അവിടെ ശ്രീരാമനും സീതയും. ഒരു മനുഷ്യന് സാധിക്കുന്ന കാരണം അല്ല. കാരണം സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിൻ്റെയും ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ഹൃദയശേ സന്നിവിഷ്ടാഹ എന്ന് പറയും. അപ്പോൾ ആ ഹൃദയം തുറന്ന് കാണിക്കുമ്പോൾ ആ ഹൃദയത്തിലാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു എന്ന് കാണിക്കുന്ന ഒരു വിഷ്വൽ ഗ്രാഫിക്സ് ആണത്. അതിന് പകരം വീണ്ടും നമ്മൾ ഹനുമാൻ ചാലീസാബ് എന്ന് പറഞ്ഞിട്ട് ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും നമ്മളെ ശീലവിധേയത്വത്തിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എസൻസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിൽ ധ്യാനിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതല്ലെങ്കിൽ നമുക്കപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാർ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല അവർക്ക്. ഈശ്വരാരാധന എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈശ്വരനിൽ വിശ്വസിക്കുന്നത്, ഈശ്വരനുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ ശാസ്ത്രീയമായിട്ട് ആൾക്കാർ. അപ്പോൾ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള സമീപനം നമുക്ക് ആത്മീയതയോടും ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ യങ് ജനറേഷൻ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായിരിക്കണം സ്പിരിച്വാലിറ്റിയോട് സയൻറ്റിഫിക് ആയിട്ടുള്ള സമീപനം? എന്തായിരിക്കണം നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് സമീപനം? എന്താ വെച്ചാൽ, ഈശ്വര അങ്ങേ എനിക്കറിയില്ല, അങ്ങുണ്ടോ ഇല്ലയോ എന്ന് തന്നെ എനിക്കറിയില്ല, അങ്ങുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അങ്ങുണ്ടെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം അറിയാനുള്ള ഒരേ ഒരു അവയവം എൻ്റെ ഹൃദയം മാത്രമാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സാന്നിധ്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ കണ്ണടച്ച് ധ്യാനിക്കുന്നു. ആ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാണെങ്കിൽ അങ്ങുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കും. അനുഭവവേദ്യമാവുന്നില്ലെങ്കിൽ അങ്ങ് ഇല്ല എന്ന് ഞാൻ ഉറപ്പിക്കും. അതല്ലേ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിലോ ഈ ട്രാൻസ്മിഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ഡെൽറ്റ വേവ്സ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് നമുക്ക് ഫീൽ ചെയ്യും. എന്താണ്? നമുക്ക് ശാന്തിയായിട്ട് ഫീൽ ചെയ്യത്. അത് ദിവ്യത്വത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ദിവ്യത്വം എന്നുള്ളൊരു ചിന്ത നമ്മൾ വെച്ച് മെഡിറ്റേറ്റ് ചെയ്യണം. ഹൃദയത്തിൽ ദിവ്യപ്രകാശം, ദിവ്യത്വം എന്നുള്ള അനുഭവം നമുക്കുണ്ടാവണം ശാന്തിയായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് ഒരു ബ്രില്യൻ്റായിട്ട് പറഞ്ഞത്, മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു, ആത്മീയത അവസാനിക്കുമ്പോൾ യാഥാർത്ഥ്യം തുടങ്ങുന്നു, യാഥാർത്ഥ്യം അവസാനിക്കുമ്പോൾ അനുഭൂതി അല്ലെങ്കിൽ സച്ചിദാനന്ദം, അതും അവസാനിക്കുമ്പോൾ അനന്തമായ ശൂന്യത. അതിന് ഒരുപാട് ലെയറുകൾ, ബോധത്തിൻ്റെ വികാസം അങ്ങനെ സംഭവിക്കുന്നു. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ മതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തിനെ നമ്മൾ നശിപ്പിക്കുക എന്നല്ല. മതം നമുക്ക് ആത്മീയതയുടെ ഒരു പ്രിലിമിനറി ഐഡിയ തരും, ഈശ്വരനുണ്ട് എന്നുള്ള ഐഡിയ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ ഈശ്വരനുണ്ടെന്ന് സങ്കല്പിച്ചു. അതൊരു തത്വചിന്തയാണ്. എനിക്കത് ഫീൽ ചെയ്യണു. അതാണ് സ്പിരിച്വാലിറ്റി. ശാന്തിയായിട്ട് ഫീൽ ചെയ്യും. അപ്പം മതത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് വന്നു. അപ്പോൾ ഒരു ദിവ്യ അനുഭവം, ദിവ്യത്വം എന്നുള്ള ചിന്ത ദിവ്യ അനുഭവമായിട്ട് മാറി. കുറച്ച് കഴിയുമ്പോൾ ഈ അനുഭവങ്ങൾ നമുക്ക് മതിയാവും. ദിവ്യത്വം തന്നെ ആയിത്തീരണം നമുക്ക്. അപ്പോൾ ആ ദിവ്യത്വം, അപ്പോൾ ഓരോ സ്റ്റേജും നമ്മൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ട്രാൻസെൻഡ് ചെയ്യാണ്. ഇപ്പോൾ ദാജി നല്ല മനോഹരമായിട്ട് എക്സാമ്പിൾ പറയാം. നമ്മളൊരു 3 മാസം ഒരു പണക്കാരൻ്റെ ഗസ്റ്റായിട്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ ആഗ്രഹം, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി, നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടായി. തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അദ്ദേഹത്തിനെ പോലെ ഞാനും പണക്കാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലായിരുന്നെങ്കിൽ. അതുപോലെയാണ് ദിവ്യ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ട്രാൻസെൻഡ് ചെയ്ത് ദിവ്യത്വത്തിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ ആ ദിവ്യത്വം എന്നുള്ള അവസ്ഥയാണ് നമുക്ക് അനുഭൂതി ഉണ്ടാക്കുന്നത്. അതിനെയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതായത് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ എനിക്ക് അനുഭൂതിയായിട്ട് മാറും. കുറേ കഴിയുമ്പോൾ ആ അനുഭൂതി നമുക്ക്, സച്ചിദാനന്ദവും നമുക്ക് മതിയാവും. അപ്പോഴാണ് അനന്തതയുടെ അടുത്ത ലെയറിലേക്ക് പോകുന്നത്. പിന്നെ ബോധത്തിൻ്റെ വികാസമാണ് തുടർച്ചയായിട്ട്. അതുകൊണ്ടാണ് വേദങ്ങളിൽ തുടക്കത്തിൽ അതിൻ്റെ കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡത്തിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന കാര്യം ചെയ്ത് ഇന്ന ഫലം, എല്ലാം പോസിറ്റീവാണ്. അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്കും നേതി 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 എന്നാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഇതല്ല 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 എന്നാണ് എന്ന് പറയുന്നത്. അർത്ഥം അൾട്ടിമേറ്റ് ഡിവൈൻ സ്റ്റേറ്റ്, ആത്യന്തികമായ ദിവ്യാവസ്ഥയായിട്ട്
സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെയും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ സൃഷ്ടിയിലുള്ളൊരു സാധനത്തിനെ കണ്ടിട്ട് ഇതുപോലെയാണ് ആത്യന്തികമായിട്ടുള്ള ദിവ്യാവസ്ഥ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതാണ് ഈ നേതി 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 എന്ന് പറഞ്ഞത്. അതായത് ഓരോ അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് നമുക്ക് ട്രാൻസെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് പകരമായിട്ട് നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലണു, അതുപോലെ അർത്ഥമറിയാത്ത മന്ത്രങ്ങൾ, നമ്മളതിൽ ഹാപ്പിയാണ്. ഭഗവത്ഗീതയിലെ ശ്ലോകം കാണാപ്പാഠം പഠിച്ച് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ആത്മീയ പുരോഗതി കിട്ടുമെന്ന് നമ്മളൊരാൾ വിശ്വസിച്ച് എന്ത് ചെയ്യും? അർത്ഥമറിയാണ്ടേ. അപ്പോൾ അർത്ഥമറിയാണ്ട് ഈ ശ്ലോകങ്ങളും മന്ത്രങ്ങളും നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദഹിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഡയറിയ ഉണ്ടാവണ പോലെ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മെൻ്റൽ ഡയറി ഉണ്ടാവുക. രാജേന് എന്താ പറയുക? എക്സാമ്പിളായിട്ട് നിങ്ങൾ കുറേ കല്ല് വിഴുങ്ങിയിട്ട് ശരീരത്തിന് ന്യൂട്രീഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അതുപോലെയാണിത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എവിടുന്ന? ധ്യാനത്തിൽ നിന്നാണ്. ആ ധ്യാനം എന്ന് പറഞ്ഞാൽ ധീ പ്ലസ് യാൻ നമ്മൾ പറഞ്ഞു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്മിഷൻ, ശീലവിധേയത്തിൽ നിൽക്കുന്ന ക്ലീനിങ്, ഇതെല്ലാം ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രത്യേകത. അതിൻ്റെ കൂടെ ദാജി പറയുന്നുണ്ട്, ഒരു ആധ്യാത്മിക സമ്പ്രദായത്തിനെ വിലയിരുത്താൻ 2 ബെഞ്ച് മാർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നത്, സാധാരണക്കാരന് ഉപയോഗിക്കാവുന്ന. അതായത് ഒന്നെന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം അനുസരിച്ച് ആത്മവിദ്യ ഫ്രീ ആണ്, ചാർജ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആധ്യാത്മിക സമ്പ്രദായം ഈ സാധനാ പദ്ധതിക്ക് ഇന്ന ക്രിയ ചെയ്താൽ ഇത്ര രൂപ, ഇന്ന ക്രിയക്ക് ഇത്ര എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ആധ്യാത്മികത ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം എന്താ? നമ്മുടെ പാരമ്പര്യം ആത്മവിദ്യ ഫ്രീ ആണ്. അതൊന്ന്. മറ്റൊന്ന്, ഈ സാധനാ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ മാർഗം കറക്റ്റാണ്. സാധാരണക്കാരൻ 2 സിമ്പിൾ മെത്തേഡാണ്. ആത്മവിദ്യ ഫ്രീ ആണ്, തുടക്കം മുതലേ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നുവെങ്കിൽ ഈ സമ്പ്രദായം കറക്റ്റാണ്. ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സമഗ്രമായിട്ടുള്ള ഒരു സാധനാ പദ്ധതിയാണ് ഹാർട്ട്ഫുൾനെസ്. താങ്ക് യു സോ മച്ച് അങ്കിൾ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ധ്യാനത്തിൽ നിന്ന് തുടങ്ങി ധ്യാനത്തിലേക്ക് അവസാനിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അങ്കിൾ ഷെയർ ചെയ്യുകയുണ്ടായി. ഇപ്പം നമ്മുടെ പ്രേക്ഷകരുടെ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യുക എന്നുള്ളതാണെങ്കിലും കമ്പാരിസൺ ഉപരി നമുക്ക് കമ്പയർ ചെയ്യാൻ നമ്മൾ ആരുമല്ല. പക്ഷെ എന്തൊക്കെയാണ് ഒരു ഹൈലൈറ്റ്സ് എന്നുള്ളതിനെക്കുറിച്ച് അതിലും വളരെ ഡെപ്തായിട്ട് അങ്കിള് തൊട്ട് പോയതാണെങ്കിലും എല്ലാത്തിനും ഓരോരോ ഡീപ്പായിട്ടാണ് അതിനെ ഓരോന്നിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുണ്ടായത്. അപ്പോൾ ട്രാൻസ്മിഷൻ, ഹാർട്ട്ഫുൾനെസ്, അതും ആദിശക്തി, നമ്മുടെ ആദിശക്തി മഹോത്സവം ഇവിടെ നടക്കുകയാണ്. അപ്പം ആദിശക്തിയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അങ്കിൾ അതിനെക്കുറിച്ച് പറയേണ്ടത്. അതാണ് അതിൻ്റെ വാസ്തവം. അതുപോലെ ക്ലീനിങ്, ഇതെല്ലാം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ എക്സ്പാൻഡ്, നമ്മുടെ ബോധതലത്തിന് സബ് കോൺഷ്യസും സൂപ്പർ കോൺഷ്യസ്നെസ്സും എങ്ങനെ എക്സ്പാൻഷൻ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, ഈ പ്രാക്ടീസസിലൂടെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അങ്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ പ്രീ കണ്ടീഷനിങ്, അതായത് നമ്മുടെ റിലീജിയസ് പ്രാക്ടീസസ് കാരണം നമ്മൾ ആ ഡോഗ്മാസ് ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ അതിന് ഉൾവലിയുന്നു, അതായത് ആ ഒരു എക്സ്പാൻഷൻ നടക്കാതെ നമ്മൾ ഉൾവലിഞ്ഞ ആ ഒരു തിൻ ലൈൻ ഓഫ് കോൺഷ്യസ്നെസ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് പോലും മനസ്സിലാക്കി. നമ്മുടെ ഈ ഒരു ആൻസറിലൂടെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി. ഓരോ റിച്വൽസും അതേപോലെ തന്നെ ഓരോ റെപ്രസെൻറ്റേഷൻസും എന്തുകൊണ്ടാണ് ഓരോ ഐഡിൽസ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് പോലും വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുണ്ടായി. അപ്പോൾ ഒരുപാട് നന്ദി അങ്കിൾ. പിന്നെ ബെഞ്ച് മാർക്ക് എന്താണ്, 2 കാര്യങ്ങൾ നിന്നില്ല. അപ്പം നിങ്ങൾക്ക് അതൊന്നും കൂടെ കേട്ട് നോക്കാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആ 2 പോയിൻറ്റ്സാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു ചോദ്യം ഇതായതുകൊണ്ട് തന്നെ. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. വളരെ ക്ഷമയോടുകൂടിയും ഹാർട്ട്ഫുള്ളായിട്ടും ഈ ഒരു പ്രോഗ്രാം കേട്ടിരുന്നതിൽ. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത് സത്സംഗിലൂടെയാണ്. ഓഫ്ലൈനായിട്ടായിരിക്കും സത്സംഗ് കണ്ടക്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കുക എന്നുള്ളതും അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഹാർട്ട്ഫുൾ പ്രെയർ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് മെഡിറ്റേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ
വളരെ റിലാക്സ് ചെയ്തിരിക്കുക. ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നതായി അനുഭവിച്ച് ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നമ്മളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി നമുക്ക് ധ്യാനം കണ്ടിന്യൂ ചെയ്യാം. അതിനോടൊപ്പം 9 മണിക്ക് നമ്മുടെ യൂണിവേഴ്സൽ പ്രെയർ എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിലും സാഹോദര്യം, സ്നേഹം, വിശ്വാസം വളരുന്നതായി വളരെ സട്ടിലായിട്ടുള്ളൊരു സങ്കല്പത്തോടുകൂടി യൂണിവേഴ്സൽ പ്രെയർ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനം, അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ആ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച്.